തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ നിഷേധിച്ചെന്ന പരാതി. ഹൃദയാഘാതം സംഭവിച്ച ഗുരുതരാവസ്ഥയിലെത്തിയ രോഗി ചികിത്സയ്ക്ക് വേണ്ടി കാത്തിരുന്നത് മണിക്കൂറുകളോളം. പുനലൂർ സ്വദേശി ചന്ദ്രശേഖരനാണ് ചികിത്സ നിഷേധിക്കപ്പെട്ടത്. പുലർച്ചെ 2 മണി മുതൽ 8 മണി വരെ ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ലെന്ന് രോഗിയുടെ ബന്ധുക്കളും പറയുന്നുണ്ട്. രോഗി നിലവിൽ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ICUവിൽ തുടരുന്ന രോഗിയുടെ നില ഗുരുതരമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. രാത്രി 2 മണിക്ക് അവിടെ വന്ന് കിടന്ന് നരകിച്ച് തിരിഞ്ഞു പോലും നോക്കിയില്ല. ECG എടുത്തപ്പോ തന്നെ അവർക്ക് കൺഫേം ആയി. അവരെ നേരെ വാർഡിലോട്ട് വിട്ടു. വാർഡിൽ പോയിട്ട് ഒരു 3-4 മണിക്കൂറത്തേക്ക് ഡോക്ടർമാർ തിരിഞ്ഞു പോലും നോക്കിയില്ല. ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോ എല്ലാം ഡോക്ടർ പറയുന്നത് ഡോക്ടർ വന്നോളും വന്ന് നോക്കിക്കോളൂ എന്നാ പറയുന്നത്. ഫയൽ അനുസരിച്ച് അവര് വന്നോളും എന്നാ പറയുന്നത്. തുറന്നു പറഞ്ഞാൽ പട്ടിയെ പോലെ അവിടെ വന്ന് കിടന്നു. അത്ര തന്നെ. പുള്ളി കടന്ന് ചക്രശ്വാസം വലിച്ചിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ ഡോക്ടർമാരുടെ അടുത്ത് പോലും പറഞ്ഞില്ല. ഡിസ്ചാർജ് ചോദിച്ചപ്പോൾ ഡിസ്ചാർജ് തരത്തില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഒരു വീൽ ചെയർ എടുത്തിട്ട് നേരെ താഴെ വന്ന് പേപ്പർ പോലും തിരിച്ചു കൊടുത്തില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. രോഗിയുടെ ബന്ധുവിന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഒരു രോഗിക്ക് ഗുരുതരമായി അവസ്ഥയിൽ കൊണ്ടുവന്ന ഒരു രോഗിക്ക് കൃത്യമായി ചികിത്സ നൽകിയില്ല എന്നുള്ളൊരു പരാതി പുറത്തു വരുന്നത്. ഗുരുതരാവസ്ഥയിലെത്തിയ രോഗി ചികിത്സയ്ക്ക് വേണ്ടി മണിക്കൂറുകളോളം കാത്തിരുന്നു എന്നുള്ളൊരു ദുരവസ്ഥയാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. പ്രത്യേകിച്ചും ഇത്രത്തോളം ഒരു ഗുരുതരാവസ്ഥയിലെത്തിയ രോഗിയെ ഇത്രയും മണിക്കൂറുകളോളം പുറത്തിരുത്തി താമസിപ്പിച്ചു, ചികിത്സ നിഷേധിച്ച ആ ഒരു സംഭവത്തിനെതിരെ വളരെയധികം രൂക്ഷമായി തന്നെയാണ് നോക്കിക്കാണേണ്ടത്. പ്രത്യേകിച്ചും ഇത്രത്തോളം ഗുരുതരമായൊരു അവസ്ഥ ആണ് ആ രോഗിക്ക് നേരിടേണ്ടി വന്നത്. മണിക്കൂറുകളോളം പുനലൂർ സ്വദേശി ചന്ദ്രശേഖരനാണ് കാത്തിരിക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേർന്നുണ്ട്. രശ്മി, നിലവിൽ എങ്ങനെയാണ് രോഗിയുടെ നില ഇപ്പോൾ തുടരുന്നത്? രോഗി നിലവിലിപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ICUവിലാണ് നിലവിലിപ്പോൾ ഉള്ളത്. രോഗിയുടെ നില സംബന്ധിച്ച് കൃത്യമായൊരു വിവരം നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ തുടരുന്നത് എന്നുള്ളതാണ് ബന്ധുവിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. കൃത്യസമയത്ത് ഒരു ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ അവസ്ഥയിലേക്ക് മാറില്ലായിരുന്നു. പുനലൂർ സ്വദേശിയാണ് ചന്ദ്രശേഖരൻ. ഇന്നലെ രാത്രി 1 മണിക്ക് ശേഷമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 1:30-2 മണിക്ക് എത്തിച്ച രോഗി രാവിലെ 7 മണി വരെ കൃത്യമായി ചികിത്സ ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്, അനാസ്ഥയാണ്. അദ്ദേഹത്തിന് ഹൃദയാഘാതമായിരുന്നു സംഭവിച്ചത്. അതിനെ തുടർന്ന് ഈ ഡോക്ടർ എപ്പോൾ വരും അല്ലെങ്കിൽ എപ്പോൾ ചികിത്സ നൽകുമെന്ന് പലതവണ ചോദിച്ചിരുന്നു. പക്ഷേ ഉടനെ വരും എന്നുള്ളൊരു മറുപടിയാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. രാവിലെ ഒരു 7 മണിയായിട്ടും ആരും വന്ന് കൃത്യമായൊരു ചികിത്സ നൽകിയില്ല. നിലത്ത് ഒരു തുണി വിരിച്ച് ആ ഫോട്ടോയിലടക്കം നമുക്ക് കാണാൻ കഴിയും. ഇത്രയും വയ്യാതെത്തിയ രോഗിക്ക് മറ്റ് സൗകര്യങ്ങളൊന്നും തന്നെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല. നിലത്തൊരു പായ വിരിച്ചാണ് അയാൾ കിടക്കുന്നത്. ഒടുവിൽ വേദന സഹിക്കാനായി വന്നതോടുകൂടിയാണ് ഡിസ്ചാർജ് ബന്ധുക്കൾ ആവശ്യപ്പെട്ടത്. അപ്പോൾ അവിടുന്ന് ഡിസ്ചാർജ് തരാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ PG ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി എന്നുള്ളതാണ് ഈ ബന്ധുക്കൾ പറയുന്നത്. തുടർന്ന് ആരുടെയും അനുവാദത്തിന് നോക്കി നിൽക്കാതെ രോഗി അവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്ത് തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. നിലവിൽ ഇപ്പോൾ ICUവിൽ തുടരുകയാണ്. കൊല്ലത്തും സ്വകാര്യ ആശുപത്രികളുണ്ട്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അവിടേക്ക് രോഗിയെ കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ സാധാരണക്കാരായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് മെഡിക്കൽ കോളേജുകളെയാണ്. അതുകൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്. അവിടെ എത്തിച്ചപ്പോഴാണ് ഈ ഒരു ദുരവസ്ഥ നേരിടേണ്ടി വന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ശരീരമാസകലം ഏതാണ്ട് 90% പൊള്ളലേറ്റ ഒരു രോഗി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വരാന്തയിൽ ഒരു സ്ട്രെച്ചറോ വീൽ ചെയറോ ഒന്നും കൊണ്ടുവരാതെ, നഴ്സിംഗ് അസിസ്റ്റന്റ് ഒന്നും വരാതെ അയാൾ മണിക്കൂറുകളോളം ചികിത്സയ്ക്ക് വേണ്ടി കാത്തുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സമാനമായ രീതിയിൽ ഇവിടെ ഹൃദയാഘാതം വന്ന് വേദന സഹിക്കാൻ കഴിയാതെ വളരെ ക്രിട്ടിക്കലായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്ന രോഗിക്കാണ് എത്രത്തോളം മണിക്കൂറുകൾ, അതായത് രാത്രി 2 മണി മുതൽ പുലർച്ചെ 2 മണി മുതൽ രാവിലെ 7 മണി വരെ ഇതേ രീതിയിൽ കാത്തു നിൽക്കേണ്ടി വന്നത്. രോഗിയുടെ ജീവന് തന്നെ ഭീഷണിയാണ് എന്ന് ബന്ധുക്കൾക്ക് ബോധ്യപ്പെട്ടതോടുകൂടിയാണ് അവർ അവിടെ നിന്നും സ്വകാര്യ ആശുപത്രിയിലേക്ക് രോഗിയെ മാറ്റിയത്. ഈ PG ഡോക്ടർമാരുടെയൊക്കെ വലിയൊരു കുറവ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ട്. ഈ കുറവുണ്ടായിട്ട് പോലും ഈ ആശുപത്രി അധികൃതർ ഈ PG വിദ്യാർത്ഥികൾക്ക് 3 മാസത്തെ ലീവ് അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എത്തുന്ന രോഗികളെ ആരെയും നോക്കാൻ ആളില്ലാത്തൊരു സാഹചര്യമാണ് മെഡിക്കൽ കോളേജിൽ നിലനിൽക്കുന്നത്. ഈ പ്രശ്നമൊക്കെ കാലങ്ങളായി ഈ ചികിത്സാ പിഴവുകൾ സംഭവിക്കുന്നതും കൃത്യസമയത്ത് ചികിത്സ നടത്താതിരിക്കുന്നത് വഴി മരണം സംഭവിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ അതിങ്ങനെ തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഉടൻ ഇതിന് പരിഹാരം ഉണ്ടാകും
ഉണ്ടാകുമെന്ന് ആരോഗ്യവകുപ്പ് പറയുമ്പോഴും ഇത്തരത്തിലുള്ള ചികിത്സാ വീഴ്ചകൾ അതുമൂലമുണ്ടാകുന്ന മരണങ്ങൾ, ചികിത്സ വൈകിപ്പിക്കുന്നതൊക്കെ ഇതേ രീതിയിൽ ആവർത്തിക്കുകയാണ്. ഏതായാലും കൃത്യസമയത്ത് ചികിത്സ നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ചന്ദ്രശേഖരൻ ഇപ്പോൾ ICUവിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. ഏതായാലും ആ ഒരു അനാസ്ഥ, ആശുപത്രി അധികൃതരുടെ ഗുരുതരമായ അനാസ്ഥയാണ് അദ്ദേഹത്തിന്റെ ജീവന് പോലും ഇപ്പോൾ ഭീഷണിയായി ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയാൻ കാരണം. വിഷ്ണു, രശ്മി സൂചിപ്പിച്ചതുപോലെ ഗുരുതരമായൊരു വീഴ്ച തന്നെയാണ് ആശുപത്രിയിൽ സംഭവിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാർ പെട്ടെന്ന് ചികിത്സ തേടേണ്ട ഒരു ആശുപത്രിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് അവിടെ ഇത്രത്തോളം ഒരു ഗുരുതരമായൊരു വീഴ്ച സംഭവിക്കുന്നത്. ഒരുപക്ഷെ ഇത് തന്നെ സാധാരണക്കാർ നോക്കിക്കാണുമ്പോൾ അവർക്കും ഇനിയുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിൽ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഇങ്ങനെ സംഭവിക്കില്ലേ എന്നുള്ളൊരു ആശങ്ക കൂടി ആ സാധാരണക്കാരിൽ ഉടലെടുക്കാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, നിലവിൽ ആരോഗ്യവകുപ്പ് ഈ ഒരു വിഷയം അറിഞ്ഞിട്ടുണ്ടോ, അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇത് സംബന്ധിച്ച്? ആരോഗ്യവകുപ്പ് വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കാരണം ഈ ചികിത്സാ പിഴവുകൾ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സംഭവം ഏറ്റവും അടുത്ത് നമ്മൾ കേട്ടതാണ്. കൃത്യമായി ചികിത്സ നൽകാതെ ആ രോഗിക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവം. അതിനുശേഷമാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇത് ആവർത്തിക്കുന്നത്. മിക്ക മെഡിക്കൽ കോളേജുകളിലും മറ്റ് ആശുപത്രികളിലും തിരുവനന്തപുരം നെയ്യാറ്റിൻകര ആശുപത്രിയിൽ ഉൾപ്പെടെ തുടർച്ചയായി ഇത്തരത്തിൽ ചികിത്സാ പിഴവുകൾ സംഭവിക്കുന്നു. കൃത്യമായി ചികിത്സ നൽകുന്നില്ല. ഇതൊരു തുടർച്ചയായി എല്ലാ ആഴ്ചകളിലും ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം. അത് സാധാരണക്കാർ ഈ സ്വകാര്യ ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ കഴിയണമെങ്കിലും അവർക്ക് ചികിത്സ നൽകണമെങ്കിലും ഭീമമായിട്ടുള്ള തുക ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർ വളരെ പെട്ടെന്ന് ഓടിയെത്തുന്നത് ഇത്തരം മെഡിക്കൽ കോളേജുകളെയാണ് ആശ്രയിക്കുന്നത്, മെഡിക്കൽ കോളേജുകളെയാണ്. പക്ഷേ അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് ഈ ഓഡിയോയിൽ കൃത്യമായി രോഗിയുടെ ബന്ധു കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതിൽ രോഗി പറയുന്ന ഒരു വാക്കുണ്ട്, വെറും പട്ടിക്ക് സമാനം എന്നുള്ള ഒരു വാക്കാണ് രോഗിയുടെ ബന്ധു ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയപ്പോൾ വെറും പട്ടിക്ക് സമാനമായാണ് ഒരു രോഗിയെ ആശുപത്രിയിലുള്ളവർ ട്രീറ്റ് ചെയ്തത് എന്നുള്ളതാണ് അയാളുടെ മറുപടി. അതിൽ അവർക്ക് നല്ല ചികിത്സ കിട്ടുമെന്നവർ ഏറെ നേരം പ്രതീക്ഷിച്ചു. എന്നിട്ടും അതൊന്നും ലഭിക്കാതെ, അതായത് ആ രോഗിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഇരിക്കാൻ കഴിയുന്നില്ല, നിൽക്കാൻ കഴിയുന്നില്ല, ഒടുവിൽ നിലത്താണ് കിടക്കേണ്ടി വരുന്നത്. അത്രത്തോളം ഗുരുതരാവസ്ഥയിൽ എത്തുന്ന ഒരു രോഗിക്ക് ഒരു ബെഡെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്യേണ്ട ചികിത്സയെങ്കിലും നൽകേണ്ടത് ഒരു മെഡിക്കൽ കോളേജ്. ഇതും തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ, അത് കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ ഒരുപാട് പേർ എത്തുന്ന ആശുപത്രി ആണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അവിടെയാണ് ഇത്തരത്തിൽ ഈ ഒരു വീഴ്ചകൾ തുടർക്കഥയായിക്കൊണ്ടിരിക്കുന്നത്. ഒരു നിലത്ത് പാവിരിച്ച് ആ രോഗി കിടക്കുന്നു. അതിനുശേഷം മറ്റു നിവൃത്തിയൊന്നുമില്ലാതെ രാവിലെ 7 മണിയായിട്ടും രോഗിയുടെ ജീവന് തന്നെ അപകടമാകും എന്ന് ബന്ധുക്കൾക്ക് ബോധ്യപ്പെട്ടതോടുകൂടിയാണ് അവിടെ നിന്നും അവർ മാറ്റിയത്. എന്തൊരവസ്ഥയാണ് എന്നുള്ളത് തന്നെ രോഗിയുടെ ബന്ധുക്കൾ ചോദിക്കുന്നു. ആരാണിത്? ഇതിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ലേ? കൃത്യമായി ചികിത്സ ഉറപ്പാക്കാൻ ആരുമില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ഈ രോഗികളുടെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്നും ഉയരുന്നത്. പിന്നീട് അവരെ ഡിസ്ചാർജ് ചോദിച്ചിട്ടും അതിന് പിന്നീട് മറ്റു പേപ്പറുകൾക്കോ അല്ലെങ്കിൽ ചികിത്സയുടെ മറ്റു വിവരങ്ങൾക്കോ ഒന്നും അവർ കാത്തു നിൽക്കാതെ, ഒന്നും പറയാതെ വളരെ പെട്ടെന്ന് തന്നെ ഈ രോഗിയുമായി ഡിസ്ചാർജ് ചെയ്തൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഇതാണ് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ. ഇത്തരത്തിലുള്ള ചികിത്സ വൈകിപ്പിക്കുന്ന സംഭവങ്ങൾ അത് ആവർത്തിക്കരുത് എന്നുള്ളതാണ് ഈ കുടുംബം, ഈ രോഗിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം. കൃത്യമായ സമയത്ത്, ഒരു പക്ഷേ ഹാർട്ട് അറ്റാക്ക് ഒക്കെ നമുക്കറിയാം, അത് എത്തി വളരെ പെട്ടെന്ന് തന്നെ ചികിത്സ നൽകേണ്ടതുണ്ട്. ഒരു ഭാഗ്യം കൊണ്ടാണ് അദ്ദേഹത്തിന് കുറെ മണിക്കൂറുകളെങ്കിലും അവിടെ മെഡിക്കൽ കോളേജിൽ തുടരാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്ന ഒരു കാര്യം. ഏതായാലും നിലവിൽ ഇപ്പോൾ രോഗി ഒരു സ്വകാര്യ ആശുപത്രിയിൽ ICUവിൽ കഴിയുകയാണ്. വിഷ്ണു, ശരി, രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.